പക്ഷെ നമ്മുടെ പ്രേക്ഷകർ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, കെജ്രിവാളിനെ ഇ.ഡി. പിടികൂടി, തോമസ് ഐസക്കിനെ പിടിക്കുമോ? അതിന് കാരണം അവർ പറയുന്ന ചൂണ്ടിക്കാണുന്നൊരു കാര്യം, 9 തവണ സമൻസ് കിട്ടിയിട്ട് കെജ്രിവാൾ പോയില്ല. തോമസ് ഐസക്കിന് 7 സമൻസ് കഴിഞ്ഞു, ഇനി 8, 9, 9ാമത്തെ സമൻസ് വന്നാൽ കെജ്രിവാളിൻ്റെ മാതൃകയാണെങ്കിൽ തോമസ് ഐസക്കിനെ ഇ.ഡി. കൊണ്ടുപോകണം. ഇനി ഇ.ഡി. തോമസ് ഐസക്കിനോട് ചോദിക്കുന്ന വസ്തുത മസാല ബോണ്ടിൻ്റെ വിശദാംശങ്ങളാണ്. നമുക്കറിയാം, മസാല ബോണ്ട് 2019 മെയ് 17 നമ്മുടെ മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ മന്ത്രിതല സംഘം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് വാങ്ങിയതാണ് മസാല ബോണ്ട്. 2150 കോടി രൂപ, 9.923% പലിശയ്ക്ക്, അതായത് 9.25% പലിശയ്ക്ക് വാങ്ങി. നാട്ടിൽ അതിൽ കുറഞ്ഞ നിരക്കിൽ പണം കിട്ടാനുണ്ടെന്നിരിക്കുകയാണ് ഈ മുന്തിയ പലിശയ്ക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വഴി 2150 കോടി സമാഹരിച്ചത്. ഇപ്പോൾ ആ പണം തിരിച്ചടച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നാലും നമ്മുടെ രാജ്യത്ത് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ഫെമ നിയമത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട് ഈ ഇടപാടിലെന്നാണ് ഇ.ഡി. പറയുന്നത്. അതനുസരിച്ചാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 7 കഴിഞ്ഞു, 8, 9. തോമസ് ഐസക് അപകട നിലയിലേക്ക് പോവുകയാണോ? ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് പണം വാങ്ങാനായിട്ട് തീരുമാനിച്ച സമയത്ത്, അത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് ഒരു സംസ്ഥാനം പോകുമ്പോൾ സംസ്ഥാനത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ടോ, അതോ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയാണോ പോയിട്ടുള്ളത്? ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കില്ല, അല്ലെങ്കിൽ എനിക്കില്ല. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടിയാണ് പോയിട്ടുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നത് തോമസ് ഐസക്കിനെതിരായിട്ട് കാര്യമായി നടപടികൾക്കുള്ള സാധ്യതകളില്ല. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ അനുമതി കൂടാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ തോമസ് ഐസക്കിന് എതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 കഴിഞ്ഞു, 8, 9 കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. മാത്രമല്ല, ഈ 9ാം നമ്പർ എന്ന് പറയുന്നതിന് ഇ.ഡിയുടെയിൽ എന്തെങ്കിലും മാജിക് നമ്പർ അറിയില്ല നമുക്ക്. എന്തായാലും അങ്ങനത്തെ ഒരു മാജിക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ 9 ആകുമ്പോൾ എന്തായാലും തോമസ് ഐസക്കിന് ഇ.ഡി. പിടികൂടാനുള്ള സാധ്യത സമാനത കൂടിയുണ്ട്. ഈ തോമസ് ഐസക്കിൻ്റെ കേസിലെന്നതുപോലെ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ കേസിലും കെജ്രിവാൾ ഇ.ഡി. വിളിക്കുമ്പോഴൊന്നും പ്രതിയായിരുന്നില്ല. കുറേ വിവരങ്ങൾ അറിയാനുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനമാണ് കെജ്രിവാൾ അറസ്റ്റ് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി പോകുന്നു. ഹൈക്കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അറസ്റ്റ് ഒഴിവാക്കി തരാനൊന്നും പറ്റില്ല എന്ന് ഹൈക്കോടതിയുടെ ഒരു പരാമർശം കൂടി വന്നപ്പോഴാണ് ഇ.ഡി. കയറി പിടികൂടുന്നത്. ഇവിടെ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലും സമാനമാണ്. അദ്ദേഹം പ്രതിയാണെന്ന് പറയുന്നില്ല, വിവരങ്ങൾ അറിയാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സ്വാഭാവികമായൊരു കാര്യമല്ലേ, അതായത് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും സംസ്ഥാനത്തൊരു മന്ത്രിയായിരുന്നു തോമസ് ഐസക്, ഇപ്പോൾ MLA ആണ്. എന്തായാലും അദ്ദേഹം ഇനിയിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു, MP ആവുകയോ അവതരിക്കുകയോ ചെയ്യട്ടെ. എന്തായാലും ഭരണഘടനാപരമായി ഉണ്ടാക്കിയിട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആളും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പോൾ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഇ.ഡി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഏജൻസി വിളിക്കുമ്പോൾ ചെന്ന് ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് എന്താ ഇത്ര തടസ്സം? അല്ല, അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണല്ലോ. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും സാധാരണക്കാരൻ രണ്ടാമത്തെ കാര്യം നമുക്കെടുക്കാം. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി പ്രവർത്തിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറി മാതൃക കൂടിയാണ്. കാരണം നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ചുമതലയും ഉത്തരവാദിത്വമുള്ള ആളുകളല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓടിക്കളിക്കുകയോ അല്ലെങ്കിൽ മറിഞ്ഞു കളിക്കുകയോ ഒക്കെ ചെയ്യാം. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു വളരെ നിസ്സാരനായിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് അത് ഏൽക്കാനുള്ള ഉത്തരവാദിത്വം ബാധ്യതയുമില്ല. മാതൃകയായി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു രീതിയും നമ്മുടെ കാര്യത്തിൽ ബാധകമല്ല. പക്ഷേ തോമസ് ഐസക്കിനും പല ആളാണ് നമ്മുടെ ധനമന്ത്രിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഭരണഘടനാ സംവിധാനങ്ങൾക്ക് വഴങ്ങി ജീവിക്കാനായിട്ടും ബാധ്യസ്ഥനാണ്. അദ്ദേഹം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോവുകയും തങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തോമസ് ഐസക് കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇ.ഡി. അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ആയുധമായി തന്നെ ഉപദ്രവിക്കാനായിട്ട് പരിശ്രമിക്കുകയും തന്നെ പറ്റുമെങ്കിൽ കെണിയിൽ പെടുത്തുകയും ചെയ്യും എന്നൊരു ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു വൈദ്യുതി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിലെ പോലീസ്
ഇപ്പൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനോട് എടുക്കുന്ന നിലപാടെന്താ? അവരെ അവഗണിക്കുകയാണ്. അവർക്ക് നീതിയില്ല, അവർ പറയുന്ന കേൾക്കില്ല. അവർക്കെതിരെ കേസുണ്ടായി പാതിരാത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം കണ്ടതാണ്. ഒരു നിസാര കേസിന് വീട് വളഞ്ഞ് പുലർച്ചെ വെളുപ്പാങ്കാലത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പക്ഷപാതപരമായി പിണറായിയുടെ പോലീസാണ് ഞങ്ങൾ വിളിച്ചാൽ വരത്തില്ല, പിണറായിയുടെ പോലീസ് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഭരണഘടനാ സംവിധാനങ്ങളെ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിണറായി ഉപയോഗിക്കുന്നുണ്ട്, മോദി സർക്കാരും പല ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അങ്ങനെ കാണാനായിട്ടുള്ളൊരു കണ്ണ് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവരതിൽ നിന്ന് ഒളിച്ചു മാറുകയോ തെന്നി നീങ്ങുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇഡി തീരുമാനിച്ച് അറസ്റ്റ് ചെയ്തിരിക്കും. അതിൽ തർക്കമുണ്ടെങ്കിൽ അധാർമികത കൂടി. കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ്, ഞങ്ങൾ അനുസരിക്കില്ല. അങ്ങനെ പറയുമ്പോൾ കേരളത്തിന്റെ ഏജൻസിയെ ഇല്ല, അങ്ങനെ ഒരു പറഞ്ഞാലോ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഏജൻസി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഏജൻസി അംഗീകരിക്കില്ല എന്ന് നമ്മുടെ നാട്ടിലൊരു പൗരനും ഉണ്ടല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റൂൾ ഓഫ് ലോ ആണെന്ന് വെച്ചാൽ കേന്ദ്രമോ കേരളമോ ആരായി കഴിഞ്ഞാലും നിയമം അനുസരിക്കുന്നവരാണ് ശരിക്കും നിയമവിധേയമായി ജീവിക്കുന്നതായിട്ടുള്ള പൗരന്മാർ. പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളിലൊക്കെ അകത്തിരിക്കുന്ന ആളുകൾ, മന്ത്രിയോ MLA യോ MP യോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതനുസരിച്ച് പറ്റൂ. അവരൊരു മാതൃകാ രൂപങ്ങളാണ് ഈ കാര്യത്തിൽ. അവർ നമ്മളൊരു കുറ്റവാളിയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിയമത്തെ മറികടക്കുക എന്നുള്ള അന്വേഷിക്കലാണ്. പക്ഷേ ഈ ഭരണഘടനാ സംവിധാനത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ അവരങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പാടില്ല. CPM-ൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നിരന്തരം പറയുന്നൊരു പ്രയോഗമുണ്ട്: മടിയിൽ കനമുള്ളതുകൊണ്ട് ആരെയും പേടിക്കാനില്ല. കനമില്ലാത്തത് കൊണ്ട് ആരെയും പേടിക്കാനില്ല. മടിയിൽ കനമില്ല, ആരെയും പേടിയില്ല എന്നാണെങ്കിൽ എന്തിനാണ് ഈ ഏജൻസികൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോവാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക? എനിക്ക് തോന്നുന്നപ്പോഴും തീർച്ചയായിട്ടും ആദ്യത്തെ സമൻസ് വരുമ്പോൾ തന്നെ പോയി കാര്യങ്ങൾ ഇവർക്ക് പറയാനുള്ള പറയാം. അതെ, പിടിച്ചാകത്തിറങ്ങിയിട്ട് അതിൽ വേറെ ഒരു വിഷയമല്ലേ, മനസ്സിലായി. പക്ഷെ പോകാതിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ കെജ്രിവാളിന്റെ കഥ കണ്ടാൽ തന്നെ കുറച്ച് സങ്കീർണമായതേ ഉള്ളൂ. കോടതികൾ പോലും നിങ്ങൾക്ക് പോയാൽ എന്താണ് എന്ന് ചോദിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ടും കോടതി കഥ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ വിളിച്ചിരിക്കാനായിട്ട് കോടതി പറയാം. കോടതി പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ED വിളിച്ചെല്ലാം പറയുള്ളൂ. അതെ, ഇനിയിപ്പോ മനസ്സിലായി വീണ്ടും ഹൈക്കോടതി പോവാണ്. അപ്പൊ ഇനിയിപ്പോ ഹൈക്കോടതി കുറേ തവണയായിട്ട് ഹൈക്കോടതി ഒരു പരോക്ഷമായെങ്കിലും തോമസ് ഐസക്കിനെ ഒന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും കോടതിക്ക് പറയാൻ പറ്റുമോ? ED പോലുള്ള ഏജൻസി പറയാതെ നമുക്ക് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഒരു കോടതി കഴിയില്ല. ED തന്നെ കോടതിയോട് ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം, ഞങ്ങൾക്ക് ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യും എന്ന് ED കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായും പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ കാലത്ത് വേട്ടയാടാനുള്ള ശ്രമമാണ്, കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ നെയ്യാറ്റിൻകരയെ പ്രസംഗിച്ചത്. കാരണം മകളുടെ കേസിലും ED FIR ഇട്ടു. ECIR, FIR എന്നല്ല, അവർ ECIR എന്നാണ് പറയുന്നത്. അത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രതിയാണ് ഇപ്പോൾ വീണ. അല്ല, ആരോപണ വിധേയരാകുന്ന അവസ്ഥയിൽ നിന്ന് പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിൻ്റെ രേഖാപരമായിട്ടുള്ള സാധ്യത ദൃഢതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിന്നെ ആരോപണത്തിന് പ്രസക്തി ഇല്ലാതായി തീരുകയാണ്. കാരണം പ്രതിയാക്കപ്പെടുകയാണ്. അതെ, പ്രതിയാക്കപ്പെട്ടാൽ പിന്നീട് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിധേയമാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രീതികളിലേക്കായിരിക്കും കാര്യങ്ങളോ. കേജ്രിവാളിൻ്റെ സ്ഥിതി ഇപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നു എന്നുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ പുറത്ത് വേറെയുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ നിയമപരമായിട്ട് പാലിക്കാനുള്ള ബാധ്യതകൾ പാലിച്ചേ പറ്റൂ. തോമസ് ഐസക്കായാലും അത് വേണ്ടിവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തോമസ് ഐസക്കിന് ഇങ്ങനെ ഒരു ഭയപ്പാടുണ്ട്, ബോധപൂർവം അയാളെ പിടിച്ച് അകത്തിട്ട് കളഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അന്യായമായ കോടതികളില്ലേ നമ്മുടെ നാട്ടിൽ? നിയമ കോടതികളുണ്ട്, ജനകീയ കോടതികളുണ്ട്. CPM ആണ് എല്ലാത്തിനും ജനകീയ കോടതിയിൽ കാണാമെന്ന് പറയുന്നവരാണ്. അല്ല, അവർക്കത് മാർഗമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് പറയാനുള്ള വാക്കെന്ന് പറഞ്ഞാൽ ജനകീയ കോടതി മാത്രമാണ്. ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ പറയുക, ജനങ്ങൾക്ക് വിശ്വാസമാണെന്ന് വെച്ചാൽ ജനങ്ങൾ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ജനങ്ങളും എന്ത് ചെയ്യും, അവരെ പ്രതിയാക്കും. അതിപ്പോൾ വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ FIR, നമുക്കതിൽ ഒരു FIR വന്നാൽ FIR-ൽ നമ്മൾ എന്ത് കുറ്റം ചെയ്തു, നമ്മൾ എത്രാം പ്രതിയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ECIR എന്ന് പറയുന്ന ED-യുടെ FIR-ന് തുല്യമായ ഈ ഡോക്യുമെൻ്റ് പ്രതിഭാഗത്തിന് പോലും കിട്ടാൻ അർഹതയില്ല. ഇപ്പോൾ ഞാനോ മാഷോ പ്രതി ചേർക്കപ്പെട്ടാൽ ECR-ന്റെ കോപ്പി നമുക്ക് കിട്ടാൻ അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കേസിലും അങ്ങനെയാണ്, തോമസ് ഐസക്കിൻ്റെ കേസിലും അങ്ങനെയാവും. ഇനി ഉണ്ടായാൽ വീണയ്ക്കെതിരെ ഇപ്പോൾ ECIR ഇട്ടെന്ന് പറയുന്നു.
എക്സാലോജിക്കിനെതിരെ നമുക്ക് കാണാൻ മാർഗ്ഗമില്ല, പ്രതിക്കും കിട്ടത്തില്ല. അപ്പോൾ ഒരു നിഗൂഢ സ്വഭാവമുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ED കേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു സ്ക്രീനിങ്ങിൽ അല്ലെങ്കിൽ ഇതിൻ്റെ റഡാറിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, പെട്ടുപോയത്. ഊരിയെടുത്ത് പോരാനായിട്ട് ഇപ്പോൾ മനീഷ് സിസോദിയ കണ്ടില്ലേ, ഈ മാർച്ച് കഴിയുമ്പോഴത്തേക്ക് 1 വർഷമായി. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. നമ്മുടെ ആന്ധ്രയിൽ നിന്നുള്ള കവിത, ഇവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. ED കേസുകളിൽ പിടികൂടപ്പെട്ടാൽ ഊരിപ്പോരാൻ വലിയ പാടാണ്. കോടതികൾക്ക് അങ്ങനെ എളുപ്പം ജാമ്യം കൊടുക്കാൻ കഴിയും. അല്ല, കാരണം ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതൊക്കെ രേഖകളൊക്കെ കാണിച്ചു. മാത്രമല്ല, അതിനകത്ത് ഒരു പ്രതിയോ സാക്ഷിയോ കൊടുക്കുന്ന മൊഴി 164 ഈക്വലാണ്. മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴി പോലെയാണ്, പിന്നീട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരവസ്ഥ. അപ്പോൾ കേരളത്തിലും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് EDയുടെ പിടിമുറുകി ചില ആളുകൾ അകത്തേക്ക് പോകുന്ന ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരുമെന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് അതിൽ ശരിയായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സംവിധാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അന്വേഷണ സംഘങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം വേറെ ചോദിക്കുന്നുണ്ടല്ലോ. അത് മാഷിന് എന്താ അഭിപ്രായം? രാഷ്ട്രീയ നിരീക്ഷകൻ അങ്ങയുടെ കാഴ്ചപ്പാടെന്താ? അല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, സമർപ്പിക്കപ്പെടുകയും. അല്ല, CPM-ഉം BJP-യും തമ്മിൽ ഇത്തരം കാര്യങ്ങൾ അണ്ടർ ദ ടേബിൾ ഇടപാടുകൾ വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനത്തെ അന്തർധാരകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അസാധ്യമാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ അന്തർധാരകളുണ്ട്. CPM നേതാവും അതേപോലെ BJP നേതാവും തമ്മിലൊക്കെ പലപ്പോഴും അന്തർധാരകളുണ്ടാകാം. പിന്നെ പല കേസുകളിൽ ഇപ്പോൾ നമ്മൾ ഒരു കേസിൻ്റെ വിധി വരാനിരിക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞു. ആ കേസിലൊക്കെ ഇതുമാതിരി അന്തർധാരകളുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ഒരിക്കലും അന്തർധാര ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം പറയുന്നത് CPM-ഉം BJP-യും അല്ലെങ്കിൽ പിണറായി വിജയനും മോദിയും തമ്മിൽ ഒരു ധാരണയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോൾ ഇത് പറഞ്ഞു നാട്ടുകാരൊക്കെ അങ്ങനെ വിശ്വസിക്കില്ല. അതായത് തിരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിണറായിയെ സഹായിക്കുന്നു, മോദി സഹായിക്കാൻ തീരുമാനിച്ചു. മോദി ഫ്രീ ആയിട്ട് ചെയ്യില്ലല്ലോ. തിരിച്ച് പിണറായിക്ക് എന്താണ് മോദിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുക? എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഒന്നും ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. അതാണ് പ്രശ്നം. എന്ത് കിട്ടിയിട്ടാണ്? എന്തിനു വേണ്ടി പിണറായിയെ മോദി സഹായിക്കണം? അതിലൊന്നും ഒരു യുക്തിയെ നമുക്ക് കാണിക്കാനായിട്ടോ അല്ലെങ്കിൽ പുകമറ ഉണ്ടാക്കാൻ നല്ലത് നമ്മൾ യുക്തിസഹമായിട്ട് ആലോചിച്ചാൽ. പിന്നെ ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് പോലും അങ്ങനത്തെ ഒരു ധാരണയൊക്കെ മോദിക്കൊരു ആവശ്യമില്ല പിണറായിയെ കൊണ്ട്. മോദി വിചാരിച്ചാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും നടത്താൻ കഴിയുന്ന അധികാരങ്ങളുള്ള ഒരു പദവിയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയമായ സംഭാവനയാണെങ്കിൽ കേരളത്തിൽ ഒരിക്കലും CPM BJP സഹായിച്ചിട്ടുമില്ല. അല്ല, അതൊക്കെ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായ സഹായങ്ങളുണ്ടാകും. BJP നേതാവ് CPM നേതാവിനെ സഹായിക്കും, CPM നേതാവ് BJP നേതാവിനൊക്കെ. ഇവിടെ അതിന് പോലും സ്കോപ്പില്ല. പിണറായിയുടെ എന്ത് സഹായമാണ് മോദിക്ക് വേണ്ടത്? അല്ല, അപ്പം അവർ തമ്മിലുള്ള ഇടപാടുകളെക്കാൾ ഉപരിയായിട്ട് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണമെങ്കിൽ ഉണ്ടാകും. അത് പക്ഷേ എല്ലാ പാർട്ടിക്കാരും തമ്മിലുണ്ട്, കോൺഗ്രസ് നേതാക്കൾ തമ്മിലുണ്ട്, എല്ലാവരും കിട്ടുന്നത്. അവരൊരു രാഷ്ട്രീയ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അവരുടെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതായിട്ടുള്ള ഇടപാടുകളായിട്ട് തന്നെ കണക്കാക്കേണ്ട ആവശ്യം. പൊളിറ്റിക്കലി ഇതൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പൊളിറ്റിക്കലി ഇതിങ്ങനെ ഇല്ല എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ പിണറായി വിജയന്റെ പെർമിഷൻ ഒന്നും വേണ്ട. നമ്മൾ പോലും അറിയാതെ കണ്ണടച്ച് തുറക്കുന്നതിന് അത് സാധിച്ചിട്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നിൽക്കുന്നത്. നമ്മളീ ഫെഡറൽ സംവിധാനമാണെങ്കിൽ പറഞ്ഞ പോലും നമ്മളുടെ ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത അത് ക്വാസി ഫെഡറലാണ്. അതാണ് അർദ്ധ ഫെഡറൽ സ്വഭാവമേ ഉള്ളൂ. അതായത് ഒരു തർക്കം വന്നാൽ ആത്യന്തികമായി തീരുമാനമെടുക്കുന്ന കേന്ദ്രത്തിന്റെയാണ്. അല്ലെ, അധികാരം എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ നമ്മളിപ്പോ ചിലർ പറയും ഇത് കേരളമാണ്, ഇവിടെ പിണറായിയാണ് ഭരിക്കുന്നതൊക്കെ പറയാം. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഒരു അധികാര സ്വരൂപത്തിന്റെ മുന്നിൽ മുഖ്യമന്ത്രി ഒരു കുഞ്ഞു നിലവിളക്ക് മാത്രമാണ് സൂര്യന് മുന്നിൽ, അല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും അതായത് നമ്മൾ നേരത്തെ ഈ പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തി, അതിൻ്റേതായിട്ടുള്ള പൊസിഷൻ, അതിൻ്റേതായിട്ടുള്ള ദൗർബല്യം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഭരണഘടനയായിട്ട് പരിശോധിക്കുമ്പോൾ എപ്പോഴും എല്ലാ തീരുമാനങ്ങളും ആത്യന്തികമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേന്ദ്രമാണ്. അതെ, അത് യൂണിറ്ററി ആയിരിക്കണം എന്ന്. അതായത് നമുക്കിങ്ങനെ ഫെഡറൽ ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്ററി ഭരണ സംവിധാനത്തിൻ്റെതാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു തർക്കം ഉണ്ടാകും, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. ആ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്?
കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നടക്കും. ആ ഫൈനൽ ഫൈനൽ വാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അവരുടേതാണ്. ഇനി ഒരു സാങ്കല്പിക ചോദ്യം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏപ്രിൽ 26 മുമ്പ് തോമസ് ഐസക്കിനെയും വീണ തൈക്കണ്ടിലിനെയും ED അറസ്റ്റ് ചെയ്താൽ കേരള രാഷ്ട്രീയത്തെ അതെങ്ങനെ ബാധിക്കും? അല്ല, കേരള രാഷ്ട്രീയത്തിൽ അത് എനിക്ക് തോന്നുന്നില്ല CPM വലിയ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ചിലപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെൻ്റൊക്കെ വേണമെങ്കിൽ വരാല്ല. പക്ഷേ അതൊന്നും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമല്ല, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ. അതിലാണ് ഇപ്പോൾ വീണ വിജയനോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ പ്രതിരോധ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ വിജയൻ്റെ കേസ് അങ്ങനത്തെ ഒരു കാര്യമല്ല. അതൊരു അഴിമതിയാണത് ശരിക്കും പറഞ്ഞു. അങ്ങനെ അഴിമതിയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പൊതുസമൂഹം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് അതിനകത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. തോമസ് ഐസക്കിൻ്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് വരാം. കാരണം അത് ഗവൺമെൻറ് ഡിസിഷനാണ്, ഇടതുപക്ഷം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് പൊളിറ്റിക്കൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അല്ല, അതിന് ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് മൊത്തമായിട്ട് ഏറ്റെടുക്കേണ്ടി വരില്ല. തോമസ് ഐസക്ക് ഇൻഡിവിജ്വലി അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രതിയാവില്ല. അത് ഇടതുപക്ഷം മുഴുവനായിട്ട് തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ആ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയാണ്. തോമസ് ഐസക്ക് പറഞ്ഞാണ് ശരി. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ പിണറായി വിജയൻ്റെ കേസും അങ്ങനെയാണല്ലോ. ലാവ്ലിൻ കേസ് വരുന്ന സമയത്ത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് അതിനകത്ത് ക്രൂശിക്കുന്നതിൽ ഒരു കഥയില്ല. ഹാരി സാൽവെ അതാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ മുന്നിൽ വെച്ചത്. കാരണം ഇത് ഹാരി സാൽവെ അന്ന് കേസ് വാദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇയാൾ കൂട്ടുത്തരവാദിത്തമാണ്. അതെ, സെയിം ട്യൂൺ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ല, അങ്ങനെ വരുമ്പോൾ തോമസ് ഐസക്കിനെ ED അറസ്റ്റ് ചെയ്താൽ അത് തോമസ് ഐസക്കിൽ നിൽക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, വേറൊന്നുമല്ല. കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂട്ടുത്തരവാദിത്തം ഉണ്ടാവണ്ടേ? അല്ല, ഈ മുന വെച്ചത് അന്തർധാര കാരണമാണോ? അല്ല, അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് പിണറായി വിജയനിലേക്ക് എത്താം. മന്ത്രിസഭയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറാം. അതിന് മന്ത്രിസഭ കൃത്യമായിട്ട് മറുപടി നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും EDയുടെ നടപടികൾ വെറുതെ ഒരു പേടിപ്പിക്കൽ മാത്രമാണെന്ന് തോന്നുന്നില്ല. അല്ല, നടപടി വരണം. ഇതിൻ്റെ അകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണ്, നമ്മളെല്ലാ ദിവസവും ഈ കാര്യം വളരെ ഉത്കണ്ഠയോടുകൂടി ചർച്ച ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാക്കപ്പെട്ടു. പക്ഷേ എനിക്ക് അതിൽ നിർഭാഗ്യകരമായിട്ട് മനസ്സിലാവുന്നത്, ഒരു ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ പല ആരോപണങ്ങൾ, പോലീസ് അട്രോസിറ്റീസ് അല്ലെങ്കിൽ പക്ഷപാതിത്വമൊക്കെ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 6-7 വർഷമായി ഒരേ മുഖ്യമന്ത്രിയുടെ സർക്കാർ തുടരുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്, സർക്കാരിനെതിരെ വരുന്നത് അഴിമതി ആരോപണങ്ങളാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. ശരിയാണത്. ഈ സർക്കാരിൻ്റെ കാര്യത്തിലാണ് അത്. നേരത്തെ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അതിനെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഈ കൊലപാതക രാഷ്ട്രീയം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അതായിരുന്നു. അല്ലെങ്കിൽ തൊഴിലാളികൾ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, CITൻ്റെ അത്തരം പ്രശ്നങ്ങൾ കുറവാണ്. അത്തരം പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഈ അഴിമതിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റെല്ലാ ഭരണകൂടങ്ങളും ചെയ്യുന്നത് പോലെ അഴിമതിയിലേക്ക് ഈ ഭരണകൂടവും പതുക്കെ മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ മേലുണ്ടായിരുന്ന പോലെയുള്ള അഴിമതി ആരോപണങ്ങൾ അതിൽ കൂടുതലോ അല്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പൊളിറ്റിക്കൽ ഡിസ്കഷൻ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണോ? അല്ല, അതൊരിക്കലും ഞാനൊരിക്കലും പറയാറില്ല. ഇടതുപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ലല്ലോ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൺസെപ്റ്റിനനുസൃതമായിട്ടുള്ള ഭരണമില്ലാതെ വരുമ്പോഴാണ് അത് വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു, വ്യക്തിയുടെ ഉപജാപസംഘങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഴിമതികളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ അഴിമതി എന്ന് പറയുന്നത് ഈ സർക്കാരിനെ പോലും പൊതിയുന്നൊരു സ്ഥിതി ഉണ്ടാവുകയാണ്. ഇടതുമേലങ്കി അണിഞ്ഞ വലതുപക്ഷ സർക്കാർ അങ്ങനെയാണ് പല വിഷയങ്ങളിലും. എല്ലാ വിഷയങ്ങളും എങ്ങനെയാണെന്ന് തോന്നുന്നില്ല. പല വിഷയങ്ങളിലും അങ്ങനത്തെ തീരുമാനങ്ങൾ വരുന്നുണ്ട്. അത് അപകടകരമാണ്. ഈ മസാല ബോണ്ടിൻ്റെ കാര്യം അങ്ങനെ പരിശോധിച്ചാൽ അങ്ങനെയല്ല. എന്തിനാണ് അതിന് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ തോമസ് ഐസക്ക് വളരെ നല്ല സാമ്പത്തിക വിദഗ്ധനാണ് പറയുമെങ്കിൽ പോലും വളരെ നല്ല ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധനല്ല എന്ന അഭിപ്രായമാണ് എനിക്ക് മുൻപേ ഉള്ളത്. അല്ല, ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്ന പോലെയാണ് പലപ്പോഴും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.